അഗ്നിയാകട്ടെ ഗന്ധമാദന പർവ്വതത്തിലേക്ക് പോയി ഒരു സന്യാസിയുടെ വേഷം ധരിക്കുന്നു. പാർവതിയോട് പറയുന്നു, അമ്മേ, ഭിക്ഷയായി എന്തെങ്കിലും തരൂ. ഭിക്ഷാപാത്രം പോലെയുള്ള എൻ്റെ കൈകളല്ലാതെ മറ്റൊന്നും എനിക്കില്ല. പാർവതി ദേവിയുടെ കൈകളിലുണ്ടായിരുന്ന ശിവഭഗവാന്റെ ബീജം അഗ്നിദേവന് പാർവതി ദേവി ദാനമായി നൽകുന്നു. കിട്ടിയ അതേ നിമിഷം തന്നെ അഗ്നി അത് ഭക്ഷിക്കുന്നു. പാർവതി ദേവി ഇത് കണ്ട് കോപാകുലയായി. പാർവതി ദേവി അഗ്നിയെ ശപിക്കുന്നു. നീ എന്നോട് അനാദരവ് കാട്ടി. ഇന്നു മുതൽ നീ സർവഭോക്താവായി മാറും. നീ വിഴുങ്ങിയ ബീജങ്ങൾ നിന്റെ ശരീരത്തിൽ അസഹനീയമായ വീക്കമുണ്ടാക്കും. പാർവതിയുടെ ശാപഫലമായി അഗ്നിക്ക് ശരിക്കും ശരീരത്തിൽ അസഹനീയമായ വീക്കം അനുഭവപ്പെടാൻ തുടങ്ങി. തൻ്റെ വേദന അവസാനിക്കുന്നതിനുള്ള മാർഗം വെളിപ്പെടുത്താൻ അദ്ദേഹം ശിവഭഗവാനോട് അഭ്യർത്ഥിച്ചു. അസഹനീയമായ വീക്കത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് ഏതെങ്കിലും സ്ത്രീയുടെ